BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ സ്ഥാനമൊഴിയുമെന്ന് സൂചന വരുന്നു. AIADMKയുടെ ആവശ്യപ്രകാരം അമിത്ഷാ തീരുമാനമെടുത്തുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഗീസ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. മോർണിംഗ് SKN. കഴിഞ്ഞ 5 വർഷമായി തമിഴ്നാട്ടിൽ BJPയുടെ എല്ലാ മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയായി നിൽക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയാണ്. ഇപ്പോൾ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി വരികയാണ്. മറ്റ് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ അണ്ണാമല തന്നെയായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ. അതായത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരമൊന്നും ഉണ്ടാകില്ല, മറ്റു പേരുകളൊന്നും ഉയർന്നു കേൾക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ച സ്ഥലമായിരുന്നു തമിഴ്നാട്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഒരു സഖ്യസാധ്യതയ്ക്ക് വേണ്ടി BJPയിൽ നിന്നൊരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് K അണ്ണാമലയെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കഴിയില്ല, ഒരു സഖ്യമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞയാഴ്ച അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ആവശ്യം അത് തന്നെയായിരുന്നു. അത് BJP അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. BJPയുടെ ഉള്ളിൽ തന്നെ അവരുടെ പ്രധാന പാർട്ടി ഗ്രൂപ്പുകളിലും IT സെല്ലുകളിലടക്കം ഇത്തരത്തിലൊരു നിർദ്ദേശം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. നേരത്തെ ഈ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ തന്നെ സംസ്ഥാന നേതാക്കളുമായി അണ്ണാമല വലിയൊരു തർക്കത്തിലും പ്രശ്നത്തിലും ഒക്കെ ആയിരുന്നു. അണ്ണാമല എടുക്കുന്ന തീരുമാനങ്ങൾ ഈ നേതാക്കളൊന്നും ഉൾക്കൊണ്ടു പോയിരുന്നില്ല. പക്ഷേ അണ്ണാമല എന്ന ഒറ്റ ഫിഗറിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ BJP എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ ഒരു സഖ്യ സാധ്യതയ്ക്ക് വേണ്ടി ആ ഒരു നേതാവിനെ മാറ്റി നിർത്താൻ BJP തയ്യാറായി വന്നിരിക്കുന്നത്. പ്രധാനമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത് കണ്ടു തന്നെയാണ്. ഒരു ജാതി സമവാക്യത്തിന്റെ കളി കൂടി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കാരണം EPS ഗൗണ്ടർ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്, അണ്ണാമലയും ഗൗണ്ടർ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കളി കൂടി നടക്കുന്നു. എന്തായാലും ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ അധ്യക്ഷൻ ആര് എന്നുള്ള കാര്യവും വ്യക്തമാകും. SK.